സതീശന്റെ ആദ്യ ബജറ്റ്. കടൽ വഴി കര കയറാമെന്നാണ് സ്വപ്നം. പക്ഷേ ചർച്ചയായതോ അത് മദ്യമാണ്. വിപണിയിൽ വീര്യം കുറഞ്ഞ മദ്യം എത്തുമെങ്കിലും വിവാദത്തിന്റെ വീര്യത്തിന് ഒട്ടും കുറവില്ല. UDF യോഗം ചേർന്ന മദ്യനയം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ബജറ്റിൽ നികുതി ഇളവ്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. ഇത് ഇന്ന് പറഞ്ഞതല്ല, ഇത് അന്ന് പറഞ്ഞതാണ്. അന്നെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതാണ്. കൃത്യം 2 വർഷം മുൻപ്. 2 വർഷത്തിൽ എന്ത് മാറ്റമാണ് വന്നത്? പ്രതിപക്ഷം ഭരണപക്ഷമായി. കോടികളുടെ അഴിമതിക്കുള്ള വകയാണെന്ന് പറഞ്ഞത് നമ്മുടെ പൂക്കി CM ആണ്. ആ വാക്ക് പറഞ്ഞത് VD സതീശനാണ്. കോടികളുടെ അഴിമതിക്കാണോ CMA വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത്? 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. വാക്കാണ് എല്ലാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയല്ലേ ബജറ്റ് അവതരിപ്പിച്ചത്? വാക്കാണല്ലോ പ്രധാനം. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ വിശ്വാസ്യത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ വാക്ക് വിശ്വസിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. വാക്കാണ് വിശ്വാസ്യത എന്ന് VD സതീശൻ തന്നെ പറഞ്ഞതാണ് ആ കേട്ടത്. നിലപാടുകളുടെ രാജകുമാരനിൽ നിന്ന് കേരളം ഇത് പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ജനങ്ങൾ മറന്നിട്ടില്ല. UDF എന്നാൽ ഇപ്പോൾ U-ടേൺ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയോ എന്നുകൂടി കേരളം ചോദിക്കുന്നുണ്ട്.